വഖഫ് നിയമ ഭേദഗതി ബിൽ പാസാക്കി ജനാധിപത്യ വിരുദ്ധമായ മാർഗത്തിലൂടെ വഖഫ് സ്വത്തുകൾ പിടിച്ചെടുക്കുവാനുള്ള മോദി സർക്കാരിന്റെ നീക്കത്തിനെതിരെ തിങ്കളാഴ്ച പകൽ 3-ന് INL ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂത്തുപറമ്പിൽ പ്രതിഷേധ റാലി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൂത്തുപറമ്പിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ, സംസ്ഥാന സമിതി അംഗം സിറാജ് തയ്യിൽ, ജില്ലാ പ്രസിഡന്റ് VP മുഹമ്മദ് റാഫി, D മുനീർ, PP സാലിഹ്, ഹമീദ് ചെങ്ങളായി എന്നിവർ പങ്കെടുത്തു. 17-ാം തീയതി തിങ്കളാഴ്ച ഇവിടെ കൂത്തുപറമ്പിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ INL ആഭിമുഖ്യത്തിൽ പ്രതിഷേധം നടത്തുകയാണ്. ആ പ്രതിഷേധം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം പ്രതിഷേധിച്ച് അവസാനിപ്പിക്കാനല്ല, നീണ്ട ഒരു പ്രതിഷേധ പരമ്പര നടക്കേണ്ടി വരും. INL ഒറ്റക്കും സമാന ചിന്താഗതിക്കാരുമായി യോജിച്ചുമാണ് ഇത് നടത്തുന്നത്. പക്ഷെ അത് പൂർണ്ണമായും സമാധാനപരമായും മതേതരപരമായും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രതിഷേധത്തിൻ്റെ ഒരു വിഷയമാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുന്ന അവഗണന എന്ന് പറയാൻ അചിന്തനീയം എന്ന് പറയാൻ പറ്റുന്ന ഒരു തരം അവഗണനയാണ്. നാണക്കേടായിരിക്കുക. വളരെ ശത്രു രാജ്യം പോലെയാണ് കേരളത്തോട് പെരുമാറുന്നത് കേന്ദ്ര ഗവൺമെന്റ്. എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം കുറെ മുന്നോട്ട് പോയി. കേരളം യഥാർത്ഥത്തിൽ ഒരു തുരുത്താണ്. നമ്മുടെ ജീവിത നിലവാരവും നമ്മുടെ വിദ്യാഭ്യാസ ആരോഗ്യ നിലവാരമൊക്കെ തന്നെ സിംഗപ്പൂര്, ജപ്പാന്, എത്രത്തോളം പല കാര്യത്തിൽ അമേരിക്കയെ പോലും നമ്മൾ കടത്തിവിട്ടിരിക്കുക. ഇവിടുത്തെ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കണ്ട സമയത്ത് ഇവിടുന്ന് വിദേശ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ പോയി അത്ഭുതം കൂടുകയാണ്. ഏറ്റവും പുരോഗമിച്ചെന്ന് പറയുന്ന വെസ്റ്റേൺ കൺട്രീസ് പോലും കാണാൻ പറ്റാത്ത അവസ്ഥ. നമ്മളിവിടുത്തെ ഗവൺമെന്റ് സ്കൂളുകളുടെയൊക്കെ കെട്ടിടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു അവസ്ഥയെ പറ്റുള്ളത്. വളരെ മുന്നോട്ട് പോയിരിക്കുക. പക്ഷെ നമ്മൾ രാഷ്ട്രീയം പറയുന്ന സമയത്ത് പരസ്പരം ഒന്നും നടന്നില്ല എന്നൊക്കെ പറയുന്നല്ലാതെ പക്ഷെ എല്ലാ തലത്തിലും നമ്മൾ വളരെ മുന്നോട്ട് പോയിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥ വടക്കേ ഇന്ത്യക്കാരെ, പ്രത്യേകിച്ചും BJP യെ, ഹിന്ദുത്വ ശക്തികളെ പ്രയാസപ്പെടുത്തുന്നു.